ഇപ്പം എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ എടുക്കണോ ഓഫ്ലൈൻ എടുക്കണോ, കോച്ചിങ് ഏതെടുക്കണം, ഇതാണ് മെജോറിറ്റി ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ. കോച്ചിങ് എടുക്കാൻ ആഗ്രഹിക്കണവർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒട്ടും സമയമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. രണ്ടും അല്ല. നിങ്ങൾക്ക് എന്തോരം നേരം ഇരുന്ന് പഠിക്കാൻ പറ്റണം, നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഇത് കഴിഞ്ഞ് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റണം, അതെടുക്കുക. അതാണ് കാര്യം. അല്ലാണ്ട് ഓൺലൈനും അല്ല ഓഫ്ലൈനും അല്ല. അതാണ് ഇതിൻ്റെ സിമ്പിൾ ആൻസർ. ഇനി എന്താണ് കാരണം എന്ന് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഒരു ഓഫ്ലൈൻ കോച്ചിങ് എടുത്ത ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്ലാസ്സിന് പോയി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡാണ്. നിങ്ങൾക്ക് പിന്നെ അന്നത്തെ ഒരു ദിവസം പഠിക്കാനോ കാര്യങ്ങൾ നോക്കാനോ ഒന്നും സമയം കിട്ടണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു പഠിക്കണ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് കാണാനല്ല. അപ്പം നിങ്ങളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും മണിക്കൂർ ക്ലാസ് കണ്ടുകൊണ്ട് അതെല്ലാവരും എഫക്റ്റീവായെന്നാണ്, നിങ്ങൾ ഇന്നത്തേക്കുള്ള പഠിച്ചു കഴിഞ്ഞാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിക്കണം ശരിക്കും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായി കാര്യങ്ങൾ കേട്ട് അത് പഠിക്കണം. അത് മൈൻഡിൽ കയറണമെങ്കിൽ നിങ്ങളത് കഴിഞ്ഞിരുന്ന് പഠിക്കണം. നിങ്ങൾ അതിൻ്റേതായ ബന്ധപ്പെട്ട് പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്യണം. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 3-4 hours പഠിക്കണം. എന്നാലേ അത് സെൽഫ് സ്റ്റഡി ചെയ്യണം. എന്നാലേ അത് എന്താ പറയുക ഗുണത്തിൽ കൊള്ളുള്ളൂ. അല്ലാണ്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കണോണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതേപോലെ ഇനി ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഓൺലൈൻ കാണുന്ന കുറച്ച് പേരുണ്ട്. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ടിരുന്നത്. ഞാൻ സിനിമയെ കാണുന്ന പോലെയാണ് ഒരു ക്ലാസ് കണ്ടിരുന്നത്. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ക്ലാസ് കാണാം, ഇവർ ഭയങ്കര ബ്രൈറ്റ് ആണെങ്കിൽ അതെല്ലാം മനസ്സിലാവും, അവർക്ക് കിട്ടും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവർ ബ്രൈറ്റ് അല്ലേ, അവർക്ക് എല്ലാം കിട്ടൂല, അവർക്ക് പറ്റൂല. അതല്ല, അത് അങ്ങനെ വിചാരിക്കണ കുറേ പേര് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയല്ല. നിങ്ങൾ ക്ലാസ് കാണാം, ക്ലാസ് മര്യാദക്കൊരു ടേബിളും ചെയറും ഇട്ട് കാണാം ഓൺലൈൻ കാണുന്നവർ. എന്നിട്ട് അത് കഴിഞ്ഞ് പഠിക്കുക. അത് കഴിഞ്ഞാണ് നിങ്ങളുടെ പഠിത്തം, സെൽഫ് സ്റ്റഡി. അവിടെയാണ് ശരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവണത്. അല്ലാണ്ട് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഒരു ഓവർവ്യൂ കിട്ടും, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താ സംഭവം. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ ബേസും എല്ലാം സെറ്റാവുക, പ്രോബ്ലം ചെയ്യണ സ്കിൽസ് എല്ലാം സെറ്റാവുക. പക്ഷെ പിള്ളേരുടെ വിചാരം ഈ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ ഓൺലൈൻ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ദിവസത്തെ പഠിത്തം കഴിഞ്ഞെന്നാണ്. അത് അവർ പഠിച്ചെന്നാണ് അവരുടെ ഒരു വിചാരം. പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല, അതിലൊരു കാര്യവുമില്ല. നിങ്ങളിരുന്ന് പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇത് ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര അയ്യോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇത് കുറേ പേർക്ക് ഇപ്പോഴും മനസ്സിലാകത്തുണ്ട്. ഇവരിപ്പോഴും ഏതാണ് ഏറ്റവും നല്ല കോച്ചിങ്, ഏതാണ് ഇപ്പോൾ ചിലർ ഒരു വീഡിയോ കാണുന്നതാണ് കൈനമെറ്റിക്സ് ഇൻ 3 hours, അടുത്തൊരു വീഡിയോ ആണ് കൈനമെറ്റിക്സ് ഇൻ 7 hours. ഇവർ പോയി കാണുന്ന ചിലപ്പോൾ 7 hours ആയിരിക്കും. പക്ഷേ 7 hours കണ്ടിട്ട് വെറുതെ ഇരിക്കണേനേലും ഫാർ 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 ബെറ്ററാണ് ഈ 3 hours കണ്ടിട്ട് നിങ്ങൾ പിന്നെയും ഒരു 3 hours 4 hours നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണത്. അതായത് വീഡിയോൻ്റെ ലെങ്ത്തും വീഡിയോയിൽ എന്തോരം കാര്യങ്ങൾ പറയണം എന്നുള്ളതല്ല. അതിനേലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എന്തോരം എഫേർട്ട് ഇടണം, നിങ്ങൾ എന്തോരം പഠിക്കണം, സെൽഫ് സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതൊന്ന് മനസ്സിലാക്കണം. ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ. ഈ ഓൺലൈൻ എടുത്ത് പഠിക്കുമ്പോൾ ഇപ്പം എൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് ക്ലിയറായി. ഉണ്ട്. എയ്ക്ക് എല്ലാ ടീച്ചേഴ്സിനേലും നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. അടിപൊളിയായിട്ട് നിങ്ങൾ സ്ലോലി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നല്ല പക്കയായിട്ട് പറഞ്ഞു തരും. അപ്പം ഡൗട്ടിൻ്റെ ആ ഒരു വിഷയം സോൾവായി. പിന്നെ ഈ ഓൺലൈൻ എടുത്ത് പഠിക്കണവർക്ക് രണ്ടാമത് വന്നൊരു വിഷയമാണ്, എടാ എനിക്കിങ്ങനെ അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റൂല, എൻ്റെ പുറകെ ഒരാൾ വേണം, എന്നാലേ എൻ്റെ അടുത്ത് ആരെങ്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നു പറയണം, അപ്പോഴേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയണ കുറേ പേരുണ്ട്. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എന്താ പറയുക ബോർഡ് എക്സാം ഒന്നും അല്ല. ആരെങ്കിലും ഇങ്ങനെ നിങ്ങൾ ഒരു ട്യൂഷന് പോയി പഠിക്കുന്നു പറഞ്ഞ് നിങ്ങൾ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യണം, അതല്ല. ഇതെന്ന് പറഞ്ഞാൽ എൻട്രൻസാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോരം മാർക്ക് സ്കോർ ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾ ബാക്കിയുള്ളവരിലും എന്തോരം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ മാറ്റർ ചെയ്യണത്. എന്നാലേ നിങ്ങൾക്ക് റാങ്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ളവരെയും കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളവരിലും കൂടുതൽ എഫേർട്ട് ഇടണം, കൂടുതൽ പഠിക്കണം. അപ്പം പിന്നെ എടാ എനിക്കിങ്ങനെ എൻ്റെ പുറകെ ആരെങ്കിലും വേണം, ഞാൻ അങ്ങനെ സ്വയം പഠിക്കൂലടാ, എനിക്ക് പറ്റൂലടാ എന്നൊക്കെ പറയണതിൽ ഒരു അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതെന്ന് ഞാൻ പറയണത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാവും, പക്ഷേ അതാണ് റിയാലിറ്റി. ഇത് അങ്ങനെ പറഞ്ഞ് പഠിക്കണതിൽ കാര്യമില്ല. നിങ്ങളിരിക്കണം. ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഓൺലൈനായിരുന്നു. ഓൺലൈനും അല്ല, ഞാൻ യൂട്യൂബായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ തന്നെ ആലോചിക്കണം, ഞാൻ തന്നെ എന്നിട്ട് പ്ലാൻ ചെയ്തൊക്കെ പഠിക്കണം. നല്ല ബുദ്ധിമുട്ടായിരുന്നു അത്. പക്ഷേ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എഫേർട്ട് ഇടണം. എഫേർട്ട് ഇടാണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, കിട്ടൂല. എഫേർട്ട് ഇടുക. ഓൺലൈൻ എടുത്താലും ഓഫ്ലൈൻ എടുത്താലും
നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടണ്ടെന്ന് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ഒരു 4-5 അവർ ക്ലാസ് വന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 3-4 അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ എടുക്കുക, അതാണ് ബെറ്റർ. പക്ഷെ ഇല്ല, നിങ്ങൾക്ക് ട്രാവലിംഗ് ടൈം ഒരു 2 അവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. 2 മണിക്കൂർ വരെ ട്രാവൽ ചെയ്ത് ഓരോ സെൻറ്റേഴ്സിൽ പോണവരുണ്ട്. അങ്ങനെ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഓൺലൈൻ എടുക്കുക. കുറച്ച് കഷ്ടപ്പെട്ടായാലും സെൽഫ് സ്റ്റഡി ചെയ്താലും പഠിക്കുക. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തോരം പഠിച്ചു എന്നുള്ളതാണ് മാറ്റർ ചെയ്യണത്, അല്ലാണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളതല്ല.